ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആളുകൾക്കും പല സംശയങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അകത്തുള്ള കൺട്രോളിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയാത്തതാണ്. എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ കറക്റ്റായിട്ട് അറിയില്ല. ഇന്ന് അങ്ങനെ ഒരു കൺട്രോളിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പിന്നീട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അധികം ആളുകളും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാറ്റിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് കാണാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ എന്താണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഏജ് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ വാലിഡായ ഒരു ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഈ ക്ലാസ് കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോട്ടയം ജില്ലയിൽ ബുക്ക് ചെയ്ത ആളുകൾക്ക് റെഡി ആയിരുന്നോളൂ. കോട്ടയം, കൊല്ലം, ട്രിവാൻഡ്രം ഒക്കെ ഇനി പിന്നെ ക്ലാസ്സുകൾ വരാൻ പോവുകയാണ്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്കൊരു കൺട്രോൾ കാണാം. ഇവിടെ ഒരു ലൈറ്റിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ ഇവിടെ ഒരു എറോ കാണാം. ഇവിടെ 0 ഉണ്ട്. നമുക്കിതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. 0, 1, 2, 3 കണ്ടില്ലേ, 4 ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമലി ഇത് 0യിലാണ് വെച്ചിട്ടുണ്ടാവുക. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഹെഡ്ലൈറ്റിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 0, 1, 2, 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോർമലി 0യിൽ വെച്ച് ചെയ്യുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ റോഡിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് വെളിച്ചം കാണും. അതായത് നിരപ്പായ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ റോഡിലേക്ക് വെളിച്ചം കാണും. ഇനി ചെറിയ കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ നോർമൽ ഒരു കയറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിലും വെളിച്ചം കറക്റ്റായിട്ട് റോഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ നോർമലി ഇത് 0യിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 0യിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നിങ്ങളുടെയൊക്കെ വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. അതായത് നമ്മൾ പിന്നെ കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ബാക്കിൽ 3 ആളുണ്ടെന്ന് വിചാരിക്കുക. നല്ല വെയിറ്റുള്ള 3 ആൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറിൻ്റെ ഡിക്കിയിലും കുറേ സാധനങ്ങളുണ്ടെന്ന് വിചാരിക്കുക. വെയിറ്റുള്ള സാധനമുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഇത്രയും ആളുകളെയും കൊണ്ട്, ഇത്രയും വെയിറ്റും കൊണ്ട് നമ്മളൊരു കയറ്റം കയറി പോകുന്നു വിചാരിക്കുക, ഡ്രൈവ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് റോഡിൽ ഉണ്ടായിരിക്കുകയില്ല. അതിന് പകരം ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. അതായത് റോഡ് നമുക്ക് കറക്റ്റ് കാണാത്തൊരവസ്ഥ വരും. ഇപ്പോൾ ഹെഡ്ലൈറ്റ് നോർമലി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോഡ് കറക്റ്റായിട്ട് കാണില്ല. റോഡ് ഇരുട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് മുകളിലേക്കായിരിക്കും, റോഡിലേക്ക് ആക്കുന്നതിന് പകരം. അതായത് ഫോക്കസിങ് റോഡിലേക്ക് വരുന്നതിന് പകരം മുകളിലേക്കായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് നമുക്ക് താഴ്ത്തണം. അതായത് റോഡിലേക്ക് കറക്റ്റായിട്ട് വരണം. കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ മുകളിലോട്ട് കയറ്റം കയറുന്ന വിചാരിക്കുക, ആ സമയത്ത് റോഡ് കാണുന്നില്ല. അപ്പോൾ റോഡിലേക്കാക്കാൻ, ആ ഫോക്കസ് റോഡിലേക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, കയറ്റത്തിൻ്റെ സ്ലോപ്പിനനുസരിച്ച് ആദ്യം നമ്മളിത് 1ലേക്കാക്കി കൊടുത്തു നോക്കുക, പിന്നെ 2ലേക്കാക്കുക, 3ലേക്കാക്കുക, കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 4ലേക്കാക്കുക. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റോഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. മുമ്പ് പോകുമ്പം പലരും ഈ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇനി പിന്നെ ഇങ്ങനെയുള്ള ലൈറ്റും കൺട്രോളും ഒക്കെ ഉപയോഗിക്കുക. ഇത് കയറ്റം കയറണമെന്നില്ല. നിങ്ങൾക്ക് രാത്രി വീട്ടിൽ നിന്ന് ഇത് പരീക്ഷിച്ച് നോക്കാം. ചുമരിൻ്റെ സൈഡിന് വണ്ടി നിർത്തിയിട്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുക. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ താഴോട്ടും മുകളിലോട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഇതിൻ്റെ വർക്കിംഗ്. ഈ പറഞ്ഞ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വരും വ്ളോഗുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.